മരണത്തിൻ മതങ്ങളെ കൂട്ടിനു കൂട്ടുമോ? വെറുപ്പിനു മറുപുറം സ്നേഹമല്ലോ. സ്നേഹത്തിൻ നിറമൊന്നു പറയുമോ മനുഷ്യ? കളിത്തോഴൻ ചിരിയുമായി നിന്നെ പുണരുമ്പോൾ ചിരിയുടെ മതമൊന്നു പറയുമോ മനുഷ്യ? ദീനത്താൽ ശയിക്കുമ്പോൾ നിന്നരികിൽ നിൽക്കുന്ന മാലാഖമാരുടെ മതമൊന്നു പറയുമോ? കൊച്ചി ഇവിടെ ഒന്നുമില്ല. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. നല്ല അടിയൊഴുക്കാണ്. അടിയൊഴുക്കാണ്. കൊച്ചി ഇവിടെ എങ്ങുമില്ല. സേതു, എന്താ സേതു നിന്റെ ഉദ്ദേശം? ഒരാഴ്ചയായില്ലടാ നമ്മുടെ ജോണിയുടെ മോള് കടലിൽ പോയിട്ട്. ഇതുവരെ ഒരു വിവരവുമില്ല. പോലീസും ഫയർഫോഴ്സും എല്ലാവരും തെരച്ചിൽ അവസാനിപ്പിച്ചു പോയി. ഇപ്പൊ കരയും കടലും നമ്മൾ മാത്രം. പക്ഷെ എനിക്കെന്തോ ഈ തെരച്ചിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല. അച്ഛനോടും അമ്മയോടും ഇന്നലെ പറഞ്ഞതാ. എവിടെ? അച്ഛനും അമ്മയ്ക്ക് സമയമില്ല. എന്റെ വിരുന്നുകാരാരെന്ന് കേട്ടാ അച്ഛൻ ഞെട്ടും. ആരാ മോളെ? അച്ഛൻ. വാ 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 വാ. മോളെ, 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 എന്റെ കുഞ്ഞെവിടെ? എന്റെ കുഞ്ഞെവിടെ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? നിങ്ങൾ എന്നെ കൂടി കരയിപ്പിക്കോ? കൈ വളരണോ കാൽ വളരണോ നോക്കി. പക്ഷെ ഒന്ന് എനിക്ക് ഉറപ്പുണ്ട്, എന്റെ ഈ കടല് തരും നമ്മുടെ മോളെ. അവന്റെ മനസ്സൊന്നും തണുത്തിട്ട് പോരാടാ ഇതൊക്കെ. ചീട്ട് കളി. സേതുണ, ജോണിയുടെ വീട്ടിൽ വീണ്ടും പോലീസ് എത്തി. മകള് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം സ്വയം അറിയുമ്പോഴേ അവർക്ക് മനസ്സിലാവും. ബാലവർണ്ണങ്ങൾ ഈയിടെ എത്ര എണ്ണം. ശൈശവക്കാരോടും വാർദ്ധക്യക്കാരോടുമുള്ള അക്രമം കാലം പൊറുക്കില്ല. പലിശ സഹിതം തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും.
സോഫി സോഫി എന്തോ ആ ജോണി ഇല്ലേ? ആ കിടക്ക. എന്നാ പിന്നെ വിളിക്കണ്ട, ഞാൻ പിന്നെ വരാം. ഹലോ സോഫി എങ്ങോട്ടാണ് ബാഗുമായിട്ട്? ഞാൻ എന്റെ വീട്ടിലോട്ടാ. നായിന്റെ മോളെ പെറ്റ കുഞ്ഞിനെ കൊണ്ട് കടലിൽ തള്ളിയിട്ട് കാമുകനോടൊപ്പം ജീവിക്കാൻ ബാഗുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കല്ലേ? സേതുട്ട് അനാവശ്യം പറയരുത്. അനാവശ്യം കാണിക്കാം മലയാളി. സ്വന്തം കുഞ്ഞിനോട് ഇത് ചെയ്ത നിനക്ക് മാപ്പില്ലടി. നീ അവന്റെ കൂടെ സുഖിക്കാൻ ഇറങ്ങി തിരിച്ചതല്ലേ? ആ സുഖം ഇനി വേണ്ട. ദാ നോക്ക്, നിന്റെ അവന്റെ കഥ കഴിച്ചിട്ട് ആരവത്തോടു കൂടി വരുന്ന വരവാത്. അവനുമായുള്ള നിന്റെ ചുറ്റിക്കളി ഞാൻ അറിഞ്ഞിട്ട് കുറെ കാലമായി. ജോണിയോടത് പറയാതിരുന്നത് എന്റെ തെറ്റ്. സേതു, എന്താ ഉണ്ടായേ? നിന്റെ പെണ്ണിനോട് എന്നെ ചോദിക്കടാ. പറയടി, എന്താടി ഉണ്ടായേ? പറഞ്ഞു കൊടുക്കടി. ഞാൻ പറയാം ജോണി, നിന്റെ കുഞ്ഞിനെ കടലിൽ വലിച്ചെറിഞ്ഞത് ഈ ഒരുമ്പുട്ടോള് തന്നെയാ. എന്റെ മാതാവേ, എന്താ ഞാൻ ഈ കേൾക്കണേ? എടി ഓടി ഒരുമ്പെട്ടോളെ. എടി എന്റെ കുഞ്ഞിനെ പിടിച്ച് പോലീസിൽ കൊടുക്കണം. അല്ല, നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ മനസ്സ് വന്നടി? നീയാണോടി ഒരു അമ്മ? എന്ത് ചെയ്യണ ഇവിടെ? എനിക്കുണ്ടായിരുന്നു ഇതുപോലൊരു അമ്മ. ആ സ്ത്രീ ഇതുപോലെ കൊന്നുകളായിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ കടലിൽ കിടന്നൊരു തോടിയിൽ എന്നെ കിടത്തിട്ട് പോയി. ഞാൻ ഉണർന്നു നോക്കിയപ്പോ ചുറ്റും കടല, ആർത്തിരുമ്പോന്ന കടൽ. താൻ ചത്തതുകൊണ്ട് വേറെ എങ്ങോട്ട് പോകണമെന്നും അറിയില്ലായിരുന്നു. പിന്നീട് പലതവണ പകച്ചു നിന്നിട്ടുണ്ട്. ഈ കടലിലോട്ട് നോക്കി. എല്ലാറ്റിൻ്റെ ഒരു മൂന്നാം കണ്ണുണ്ടാവും. ദൈവം കൊണ്ടിടുന്ന ഒരു തെളിവ്. ദാ നോക്ക്. നിനക്ക് മോളെ തൊടാനുള്ള അവകാശമില്ല. ഞങ്ങളത് സമ്മതിക്കില്ല. ഈ സായിപ്പിന്റെ കണ്ണിപ്പെട്ടതുകൊണ്ട് ഇവനെ കുഞ്ഞിനെ തിരികെ കിട്ടി. നിനക്കറിയാവോ, പെറ്റമ്മ ചതിച്ചാലും ഈ കടല് ചതിക്കില്ല.